എൻ്റെ ഔട്ടിങ് അനുപേട്ടൻ്റെ ഒപ്പം കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തൃശ്ശൂർ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് രാവിലെ തന്നെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഇതേ തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ. കാറി കയറിയാൽ തന്നെ സ്വിച്ച് ഇട്ട പോലെ വായും പൊളിച്ച് കിടന്ന് ഉറങ്ങലാണ് എൻ്റെ പ്രധാന ഹോബി. അങ്ങനെ ദേ ഉറങ്ങിക്കൊണ്ടിരിക്കണം. ഞാൻ പെട്ടെന്ന് ഞെട്ടി എനിക്ക് നോക്കിയപ്പോൾ ദേ ഹൈലൈറ്റ് മാളിന് മുമ്പിൽ. എന്നാൽ പിന്നെ ഒരു വ്ളോഗ് അങ്ങോട്ട് എടുത്ത് കളയാന്ന് കരുതി ഫോണും പൊക്കി പിടിച്ച് അങ്ങോട്ട് ഇറങ്ങി. എങ്ങനെ നേരെ പോയത് ദേ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ദേ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങി. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ അതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് ഏരിയ ക്ലീനിങ് മോപ്പിൻ്റെ ഏരിയ. ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും മിനിമം അരമണിക്കൂറെങ്കിലും ഞങ്ങൾ മോപ്പ് സെർച്ചിങ്ങിലായിട്ടാ. അങ്ങനെ സെർച്ച് ചെയ്ത് മേടിച്ച ഒരു മോപ്പിൻ്റെ കളക്ഷൻ തന്നെ വീട്ടിലുണ്ട്. അത് കഴിഞ്ഞ് ദേ ഞങ്ങൾ നേരെ പോയത് ഫുഡിങ് ഏരിയയിലേക്കാണ് കേട്ടോ. നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള തന്നെ ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അവിടുന്ന് ദേ ഞങ്ങൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും ചില്ലി ചിക്കനും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. സാധാരണ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചാൽ നേരെ മോളിൽ പോയി ഫുഡ് കോർട്ടിൽ പോയിട്ടാണ് കേട്ടോ നമ്മളിരുന്ന് കഴിക്കാറ്. പക്ഷേ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള തന്നെ ഒരു ഈറ്റബിൾ ഏരിയ ഉണ്ട്. അപ്പോൾ കുറച്ച് പേർക്കുള്ള സ്പേസേ ഉള്ളൂ. തിരക്കൊക്കെ അധികമായി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഞങ്ങളങ്ങനെ 2 പ്ലേറ്റൊക്കെ വാങ്ങിച്ചതേ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ പർച്ചേസിങ്ങും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കുറേ ഏരിയ സ്പേസ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. പുതിയ കടകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. കുറേ കടകൾ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ എല്ലാ ഫ്ലോറിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ദേ ഞങ്ങൾ പോയത് ഞങ്ങളേതായിട്ടുള്ള ഒരു പെർഫ്യൂം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ദേ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു പെർഫ്യൂമൊക്കെ ഉണ്ടാക്കി അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ദേ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് ഏറ്റവും മുകളിൽ. അപ്പോൾ അത് അവിടെ നിന്ന് ദേ 2 ഡ്രാഗൺ ചിക്കനും 2 പപ്സും ഒക്കെ വാങ്ങിച്ച് മീനാക്ഷിക്കും ആദ്യത്തിനും കൊണ്ടുപോയി. പിന്നെ ദേ നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ അതൊരു നല്ല ഏരിയ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവിടെ നല്ല ചൂടായിരുന്നു. പക്ഷേ ആംബിയൻസ് ഉണ്ട്, നല്ല ഹൈവേ ഒക്കെ കണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. പക്ഷേ നല്ല ചൂടാണ്, കൊടും ചൂട്. അപ്പോൾ ഞങ്ങൾ നേരെ അകത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി നേരെ ഞങ്ങൾ തിരിച്ചു പോന്നു ഗൈസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ, സീ യു.